താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഇപ്പം L1കാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, ആണല്ലോ ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ആൾക്കാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തത്? നിങ്ങൾ L1കാർക്ക് കൊടുത്തിട്ട് ആവശ്യത്തിന് തോട്ടിന്റെ വിഭാഗങ്ങൾക്ക് L2-ൽ നിന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ L1കാർക്കേ കൊടുക്കേണ്ടി വന്നുള്ളൂ. അഥവാ ഈ L1 എന്ന് പറയുന്നവർക്ക് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ, L1കാരെ ഒഴിവാക്കിയിട്ടല്ല L2 എന്ന് പറയുന്നത്. നമ്മൾ ലോക്കൽ പർച്ചേസ് എന്ന് വെച്ചാൽ ലോക്കൽ പർച്ചേസ് നടത്തുമ്പോൾ ഇറക്കുമതി ചെയ്യുന്നവർ പോലെ വലിയ ക്വാണ്ടിറ്റി വരില്ല. ചിലർ ചിലപ്പോൾ 500 ടണ്ണായിരിക്കും ഓഫർ ചെയ്യുന്നത്, ചിലർ 200 ടണ്ണായിരിക്കും, ചില 500 താഴെ വാങ്ങണ്ട നമ്മൾ പറഞ്ഞു. കാരണം ഈ കച്ചട പോയി അത്രയും പോട്ട. അപ്പോൾ 500 ടണ്ണാണെങ്കിൽ 500 ടൺ എന്ന് പറഞ്ഞാൽ 2 ദിവസമേ ഉള്ളൂ കോർപ്പറേഷന്. ഓണത്തിനൊരു 10 ദിവസം ജോലി കൊടുക്കണ്ടേ? അപ്പോൾ ഒരാൾ 500 ഓഫർ ചെയ്തോളൂ. അപ്പോൾ L1 അതാണ്. ചിലപ്പോൾ L2 ഇരിക്കുന്നവൻ്റെ കയ്യിലായിരിക്കും അടുത്ത 500. അങ്ങനെയാണെങ്കിൽ L2-നോട് L1 പ്രൈസിൽ തരാൻ അയാൾ സന്നദ്ധമാണെങ്കിൽ വാങ്ങാം. ഇവിടെ അത് വാങ്ങേണ്ടി വന്നില്ല, L1-നെ കൊടുക്കേണ്ടി വന്നുള്ളൂ. നമ്മൾ ആ കണ്ടീഷൻ വെച്ചതാണ്, അതും എല്ലാവർക്കും ബാധകമാണ്. അല്ല, പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ബ്രോക്കർമാരും ഇതിനകത്ത് വിതരണക്കാരും ഒക്കെ ചേർന്നൊരു കാർട്ടൽ ഫോം ചെയ്തു എന്നും അവർ തെറ്റായിട്ടുള്ള ടെൻഡറുകൾ തന്നു എന്നും അതിനുള്ള തെളിവുകൾ സതീശൻ സഭയിൽ ഇല്ല ഗുണ്ണി. കാർട്ടൽ വന്നത് തരാതിരിക്കുന്നതിനാണ്, തരുന്നതിനല്ല. തരുന്നതിനെല്ലാവരോടും കൂടി ഒരു സംഘം ഉണ്ടാക്കിയിട്ടില്ലല്ലോ കോർപ്പറേഷൻ. അതല്ലേ നമ്മൾ നേരിടുന്ന പ്രശ്നം. ഞങ്ങൾ മത്സരിച്ച് തരാനൊരു സംഘം ഉണ്ടാക്കി നമ്മൾ രക്ഷപ്പെടില്ലേ? അപ്പോൾ കോർപ്പറേഷൻ വരുമല്ലോ. ഇത് തരുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം. പങ്കെടുക്കുന്നതിൻ്റെ എണ്ണം കൂടുന്നതിന് കാർട്ടിൽ വന്നാൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പരസ്പരം മത്സരിച്ച് ടെൻഡറിൽ പങ്കെടുക്ക്. പക്ഷേ L1 കിട്ടൂ. നിങ്ങൾ എത്ര കളിച്ചാലും L1 കിട്ടൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കോർപ്പറേഷൻ നമ്മൾ വന്നപ്പോൾ നേരിട്ട പ്രശ്നം എന്തെന്ന് വെച്ചാൽ, കൊല്ലത്തെ ട്രേഡർമാരും മുതലാളിമാരിലൊരു വലിയ സെറ്റും കോർപ്പറേഷൻ തുറക്കരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിതമായി കളിച്ചു. ഓണത്തിന് മുമ്പ് തുറക്കരുതെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഇത്. ഇപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ അസംബ്ലിയിൽ തന്നെ പറഞ്ഞല്ലോ, ഈ സതീശൻ പരാതി പറഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ഊമക്കത്തുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഊമക്കത്ത്, ഓണത്തിന് മുമ്പ് ഫാക്ടറി തുറക്കരുത്. നിങ്ങളൊരു 2500 രൂപയോ 3000 രൂപയോ ഇപ്പോൾ ഇടക്കാലം കൊടുക്കും, പിന്നെ ഓണത്തിന് പിന്നെയും കൊടുക്കണമല്ലോ. ഇതെല്ലാം വന്നാൽ കോടിക്കണക്കിന് രൂപ നമ്മൾ കാശ് വെറുതെ കൊടുത്തോ ഫാക്ടറി പ്രവർത്തിക്കരുത്. എന്നാലേ അവർക്ക് ഈ തൊഴിലാളികളെ അരാജകത്വത്തിലാക്കി മുതലാളിമാരുടെ കൊള്ള നടക്കൂ. നമ്മൾ വളരെ ചെറിയ നഷ്ടമുള്ളൂ, അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അഭിമാനബോധത്തോടു കൂടി തൊഴിലാളി പണിയെടുത്തു. അവർ അന്തസ്സായി ജോലി ചെയ്ത് കാശ് വാങ്ങി, കൈ നിറയെ കാശ് വാങ്ങി. നല്ല ക്വാളിറ്റി തോട്ടണ്ടി ആയതുകൊണ്ട് 7 കിലോ തല്ലുന്നിടത്ത് 10, 12, 15 തല്ലി. ഇഷ്ടം പോലെ കാശ് വാങ്ങി നമ്മൾ ബോണസ് കൊടുത്ത് തൊഴിലാളികൾ ആഹ്ലാദം കൊണ്ട് ആറാടിയപ്പോൾ അതിൽ അസൂയ പൂണ്ട കുറേ മുതലാളിമാരുടെ പിന്തുണയോടുകൂടിയാണ് കോർപ്പറേഷൻ തുറന്നത്. സഹികെട്ടവരാണ് ഈ ആക്ഷേപങ്ങളുമായി വന്നിരിക്കുന്നത്. എൻ്റെ ഉണ്ണി, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എന്നെക്കുറിച്ചൊരു അഴിമതി ആരോപണം പറയാൻ ധൈര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു കടുത്ത കൈയാണ്. കാരണം കൊല്ലത്ത് നിങ്ങൾ മുതലാളിമാരോട് അന്വേഷിച്ച് നോക്കൂ. ട്രേഡ് യൂണിയനകത്ത് ഒരുപാട് വേറെ പണികളൊക്കെ നടക്കുമല്ലോ. ഏതെങ്കിലും ഒരാൾ എന്നെക്കുറിച്ച് ആക്ഷേപം പറയുമോ? നിങ്ങൾ കൊല്ലത്ത് തൊഴിലാളിയോട് ചോദിക്കണ്ട, തൊഴിലാളിക്ക് അറിയുമല്ലോ. അതുകൊണ്ട് തൊഴിലാളി അറിയുന്നതുകൊണ്ട് പറയാം. മുതലാളിമാരോട് ചോദിക്കുക. ഞാൻ ഈ ദീർഘകാലത്തെ ട്രേഡ് യൂണിയൻ എക്സ്പീരിയൻസിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവർ മുതലാളിമാർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ചോദിക്കുക. രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് അറിയാം, അതുകൊണ്ട് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായിട്ട് ഞാൻ നേരിട്ടൊരു അഴിമതി ആരോടും ഉന്നയിക്കില്ല. പക്ഷേ എവിടെയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലോ ഏതെങ്കിലും തരത്തിലോ കാര്യങ്ങളിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും വിഭാഗം സംരക്ഷിക്കാനോ ഉയർത്തിക്കൊണ്ടുവരാനോ? ഇതെല്ലാം കോമൺ അല്ലേ എന്ന് ഉത്തരവ്. പിന്നെ ഏതെങ്കിലും ഒരാളെ സംരക്ഷിക്കുന്നത് എങ്ങനെ? കോമണായ ഒരു ഉത്തരവ് ഒരാൾക്ക് ബാധകമെന്ന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ? അതെനിക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പോൾ ഞാൻ കരുതുന്നു കുറച്ചുകൂടെ ഒരു 4-5 മാസം കൂടെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആളുകൾ വന്ന് ക്യൂ നിൽക്കും തോട്ടണ്ടി വാങ്ങണേന്ന് പറഞ്ഞ്. അല്ല, പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? കോർപ്പറേഷന്റെ കീഴിലുള്ള ഫാക്ടറികൾ പൂട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആഘോഷത്തോടുകൂടി അല്ല, ഇത് അടുത്ത 2-3 ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ നിന്ന് പോകാം. തോട്ടണ്ടിയുടെ ലഭ്യത കുറവുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു 6 മാസം കൂടെ നമുക്ക് കുറച്ചുകൂടെ വിഷമമായിരിക്കും തോട്ടണ്ടിയുടെ ലഭ്യതയുടെ പ്രശ്നം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇൻ്റർനാഷണൽ പ്രൈസിൽ ഇപ്പോൾ വിയറ്റ്നാമിൻ്റെ പ്രശ്നമുണ്ട്, കുറേ അതുണ്ട്. ഒരു 4-5 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഞാൻ കരുതുന്നത്. സ്റ്റെബിലൈസ് ചെയ്താൽ നമ്മൾ ഈ മുതലാളിമാരുടെ എല്ലാ കള്ളക്കളിയും അതിജീവിച്ചുകൊണ്ട് ഈ തൊഴിലാളിയെ സംരക്ഷിക്കാൻ ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റും. അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മുതലാളിമാരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഈ ഫാക്ടറികൾ തുറക്കാനുള്ള നടപടി സ്വീകരിക്കാത്തത്? മേഴ്സിക്കുട്ടിയമ്മ വിളിച്ചാൽ എത്ര മുതലാളിമാർ വരും? എല്ലാവരും വന്നു. ഇപ്പം ഞാൻ മാത്രമല്ല വിളിച്ചു, മുഖ്യമന്ത്രി വിളിച്ചു. ഞാൻ 2 പ്രാവശ്യം വിളിച്ചു, മുഖ്യമന്ത്രി 2 പ്രാവശ്യം വിളിച്ചു. ഈ ട്രേഡേഴ്സിനെ വിളിച്ചതിന് മുമ്പ് തന്നെ ആദ്യം വിളിച്ച മുതലാളിമാരെയാണ് ഫാക്ടറി തുറക്കാൻ, കോർപ്പറേഷൻ തുറക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് പാരലായി സ്വകാര്യ മുതലാളിമാരെയും വിളിച്ചു. കാരണം എല്ലാം കൂടെ തുറന്നാലല്ലേ തൊഴിലാളിക്ക് തൊഴിൽ കിട്ടും. അവർ ഓരോ ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ് അത് ഇതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ RBI റിസർവ് ബാങ്കിനെ കൂടെ ചേർത്ത് ബാങ്കുകളെല്ലാം കൂടെ ഒന്നിച്ചു വിളിച്ചു. ഞാൻ വിളിച്ചു, അവസാനം CM നേരിട്ട് വിളിച്ചു. CM ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ഒരു 3 ആഴ്ച മുമ്പ് വീണ്ടും വിളിച്ചു. അപ്പോൾ CM ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ 6 മാസത്തിനിടയിൽ 2 പ്രാവശ്യം വിളിച്ചു. ഞാൻ 2-ൽ കൂടുതൽ പ്രാവശ്യം വിളിച്ചു. പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചില മുതലാളിമാർ, ഇപ്പോൾ ഓണത്തിന് ഒരു 347ഓളം മുതലാളിമാർ ഈ കോർപ്പറേഷൻ തുറന്നതിൻ്റെ ഭാഗമായി അവർ കുറേ പേര് തുറന്നു.
കോർപ്പറേഷൻ തുറന്നില്ലേ ഇവർ വീണ്ടും ഇത് അടച്ചു വെച്ചേക്കും. കോർപ്പറേഷൻ തുറന്നതോടുകൂടി ഒരു പകുതിയോളം ഫാക്ടറി തുറന്നു. ഓണം കഴിഞ്ഞ് വീണ്ടും കുറേ പേര് അടച്ചു. ഇപ്പം നമ്മൾ സമരം തുടങ്ങി. ഇപ്പോൾ കുറച്ച് ഫാക്ടറികൾ ഇപ്പോൾ വീണ്ടും അല്ല, ഈ സമരം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അടച്ചു കിടക്കുന്ന ഫാക്ടറിയുടെ മുമ്പിലോ ഈ കുടിലുകെട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുതലാളിമാരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് ഈ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിയമപരമായി മരിക്കുകയും ചെയ്തു. അതെ, അപ്പോൾ നമ്മൾ ഈ ത്യാഗം സഹിച്ചുകൊണ്ടാണല്ലോ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. നമ്മൾ ഈ വർഗത്തിന് വേണ്ടി ഈ ക്ലേശങ്ങളെല്ലാം സഹിക്കുന്നത് ഈ മുതലാളിമാർ ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കാനാണ്. ഗവൺമെൻറ്റിന് സാധ്യമായ ഇടപെടലല്ല. ഇപ്പോൾ VLC വലിയ മുതലാളിയാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് ഫാക്ടറി നടത്തുകയാണ്, തമിഴ്നാട് നടത്തുകയാണ്, കേരളത്തിൽ മാത്രം നടത്തൂല. കേരളത്തിൽ വ്യവസായം നടത്തിയാണല്ലോ അവരെല്ലാം വലിയ പ്രമാണിയായത്. ഇപ്പോൾ അവരെല്ലാം വലിയ പ്രമാണിയായപ്പോൾ ഇനി തൊഴിലാളിക്ക് ഇവിടെ ജോലി കൊടുക്കത്തില്ല, കൂലി കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾ അപ്പുറേ കൊടുക്കൂ. നമ്മൾ ഇവിടെയുള്ള ഫാക്ടറി നിയമവിധേയം പ്രവർത്തിച്ചേ പറ്റുമെന്ന് നടപടി എടുക്കാൻ പോവുകയാണ്. നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ചും ആലോചിക്കുകയാണ്. അല്ല, മുമ്പ് ഗൗരിയമ്മ ഈ ഫാക്ടറി കൊടുക്കേണ്ടി വന്നു. ഇപ്പം നമ്മൾ അതുകൊണ്ട് ആ പഴുതുകൾ അടച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ജനങ്ങളോട് പറയുന്ന വാഗ്ദാനം നിറവേറ്റാനുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ഗവൺമെൻറ്റാണ്. അതാണ് ഞങ്ങൾ ഈ 5 മാസത്തിനിടയിൽ 6 എന്ന് വെച്ചാൽ 8ാം മാസമാണല്ലോ അവസാനത്തെ ഉത്തരവ് വരുന്നത് എന്ന് പറഞ്ഞാൽ 3 മാസത്തിനിടയിൽ 5 ഉത്തരവിറക്കി നിരന്തരമായി ഫോളോ ചെയ്തുകൊണ്ട്. അതെല്ലാം പബ്ലിക്കായിട്ടുള്ള ഡോക്യുമെൻ്റ്, ഏതൊരാൾക്കും ബാധകമായെന്ന വ്യവസ്ഥ. അത് 3 പേർക്ക് മാത്രം ബാധകമാകുന്നതെന്ന് എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത്?